ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് ക്രൈസ്തവരെ താമസിക്കുന്നതിൽ നിന്നും ഗ്രാമസഭ വിലക്കിയതായി റിപ്പോർട്ട്. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിലെ 8 ഗ്രാമങ്ങളിലെ ക്രൈസ്തവരെയാണ് അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത്. ക്രിസ്തുവിശ്വാസം ഉപേക്ഷിച്ചാൽ ഗ്രാമങ്ങളിൽ തുടരാമെന്ന നിലപാടാണ് ഗ്രാമസഭ സ്വീകരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിശ്വാസം ഉപേക്ഷിച്ചില്ലെങ്കിൽ അവരുടെ വസ്തുവകകൾ പിടിച്ചെടുക്കുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുകയാണ്. ഏകദേശം 100 ക്രൈസ്തവരെ ബാധിച്ചിരിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഇത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 പ്രകാരം ഒരാൾക്ക് മതസ്വാതന്ത്ര്യത്തിനോ വിശ്വാസത്തിനോ ഉള്ള അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാമസഭയുടെ ഈ നീക്കം ഭരണഘടനാ വിരുദ്ധമാണെന്ന് മിച്വാർ ഗ്രാമത്തിലെ ഒരു പ്രധാനി അഭിപ്രായപ്പെട്ടു. മിച്വാർ പോലീസ് സ്റ്റേഷനിൽ പ്രദേശത്തെ ക്രൈസ്തവർ രേഖാമൂലം പരാതി നൽകുകയും ഗ്രാമമുഖ്യൻ പറഞ്ഞതിൻ്റെ ഓഡിയോ തെളിവുകൾ നൽകുകയും ചെയ്തു. എന്നാൽ ഇത്രയും തെളിവുകൾ നൽകിയിട്ടും ഒരു FIR പോലും ഇടാതെ തങ്ങളുടെ കൃഷിയിടത്തിലേക്ക് കൊണ്ടുപോകാൻ പോലീസ് അവരോട് ആവശ്യപ്പെടുകയായിരുന്നു. അവിടെ പരാതി നൽകിയ ക്രൈസ്തവർ പോലീസുമായി എത്തിയപ്പോൾ 2000-നടുത്ത് പേരടങ്ങുന്ന ജനക്കൂട്ടം അവരുടെ വിളകൾ മുഴുവനും കൊള്ളയടിച്ച് ഈ ഗ്രാമത്തിൽ നിന്നും വിട്ടുപോകണമെന്ന് അവർക്കെതിരെ ഭീഷണി മുഴക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. ഈ സംഭവം നടന്ന അടുത്ത നിമിഷം തന്നെ പോലീസ് അവർക്ക് സംരക്ഷണം നൽകാതെ സ്ഥലം വിടുകയായിരുന്നു. എന്നാലും അവർ ഭൗതികമായ നേട്ടങ്ങൾക്കായി ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ഗ്രാമത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഏകദേശം 40 ഗ്രാമവാസികൾ ഇപ്പോൾ മിച്വാറിലെ ഒരു പള്ളിക്കെട്ടിടത്തിലാണ് താമസിക്കുന്നത്. ക്രൈസ്തവർക്കെതിരെ നടന്ന ഈ വിവേചനത്തെ അപലപിച്ച ക്രിസ്ത്യൻ സോളിഡാരിറ്റി വേൾഡ് വൈഡിൻ്റെ സ്ഥാപക പ്രസിഡന്റായ മെർവിൻ തോമസ് സംസ്ഥാന സർക്കാരിനോട് വിഷയത്തിൽ ഗൗരവമായി ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു.